നമസ്കാരം. എൻ്റെ വിപിൻസ് വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ +1 നമ്മൾ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇനി നമുക്ക് എടുക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ രണ്ട് തരത്തിലുള്ള നയങ്ങൾ പോളിസി, എന്ത് തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള നയങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ അവിടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രണ്ട് തരത്തിലുള്ള നമ്മുടെ താല്പര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെ ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി ഹാഡ് ഓൺലി 2 ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾക്ക് നമുക്കറിയാം, വളരെയധികം നമുക്ക് ഏത് രാജ്യത്തിനും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തിക സ്ഥിതി. സമ്പദ് വ്യവസ്ഥയ്ക്ക് നമുക്ക് ഏറ്റവും വേണ്ടതാണ് സാമ്പത്തികം. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയത്തിന് 2 ലക്ഷ്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇന്ത്യ അതായത് യൂസ് ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇന്ത്യനെ നമ്മളിവിടെ എന്താക്കി മാറ്റുക, നമ്മുടെ റോ മെറ്റീരിയൽസിനെ, അതായത് ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ. അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയാൻ നമുക്കറിയാം, ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വസ്തുവാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അതിനാണ് നമുക്ക് അവിടെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ എന്ന് കൊണ്ട് നമ്മൾ അവിടെ പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, ഏതൊക്കെ വസ്തുക്കളാണ് അവർക്ക് നിർമ്മിക്കാൻ ആവശ്യിച്ചാൽ ആ നിർമ്മിക്കാൻ വേണ്ടപ്പെട്ട വസ്തുക്കളും കാര്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതിയായിട്ട് അവരവിടെ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു ഉറവിടം മാത്രമായിട്ടാണ് ഇന്ത്യനെ അവർ കണ്ടിരുന്നത്. അതാണ് നമുക്ക് അവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് അവിടെ പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോവാം. ടു കൺവേർട്ട് ഇന്ത്യ ഇൻടു എ മാർക്കറ്റ് ഫോർ ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ ബ്രിട്ടൻ. അപ്പോൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്തിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ മുഖേന അവർ നിർമ്മിച്ച് ഇരിക്കുന്ന വസ്തുക്കൾ അതായത് നമുക്കിവിടെ പറയാം ജൂട്ട് പോലത്തെ, ചണം പോലത്തെ, അതേമാതിരി തന്നെ കോട്ടൺ, പരുത്തി പോലത്തെ വിവിധ തരം വസ്തുക്കളും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് കയറ്റുമതിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ആ കയറ്റുമതി ചെയ്തിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ് നിർമ്മിച്ച രൂപത്തിൽ, അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു കോട്ടൺ പോലത്തെ ഒരു വസ്തുവാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതെങ്കിൽ, പരുത്തി പോലത്തെ വസ്തുവാണ് നമ്മൾ കയറ്റുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിർമ്മിച്ച് ഒരു ഷർട്ടിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ രൂപത്തിലോ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ മെയിൻ പോളിസി ആയിട്ട് നമുക്ക് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന രീതിയാണ് നമുക്ക് രണ്ടാമത്തെ ഈ ടോപ്പിക്കിൽ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലേക്ക് ഇതേമാതിരി നിർമ്മിച്ച വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ വിപണിയായി കാണുക എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ ലക്ഷ്യം നമുക്ക് അവിടെ നിലവിലുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അന്നേ പറഞ്ഞു, നമുക്ക് അന്ന് ഇവിടെ എന്താ പറയാ കൈത്തിരി പോലത്തെ അതായത് നമ്മൾ പറഞ്ഞു നെയ്ത്ത് പോലത്തെ രീതിയിലൊക്കെയാണ് നമ്മളിവിടെ വസ്തുക്കളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നിർമ്മിക്കുന്ന വസ്തുക്കളെക്കാൾ വില വളരെയധികം കുറവായിരുന്നു ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾക്ക്. അപ്പൊ സാധാരണഗതിയിൽ തന്നെ ഇവിടുത്തെ ആൾക്കാരും കൂടി ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് വ്യവസായ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന നിർമ്മിച്ച വസ്തുക്കളായിരുന്നു ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു രീതി ചിന്തിച്ചുകൊണ്ടാണ് അവരുടെ ഈ ഒരു നയം നമ്മൾ അവിടെ മുന്നോട്ട് വെച്ചിരുന്നത്. അവർ നിർമ്മിച്ച വസ്തുക്കളുടെ ഒരു വിപണിയായിട്ട് ഇന്ത്യനെ കണ്ടു എന്ന് പറയാനുള്ള കാരണം. ഇനി ഈ 2 നയങ്ങൾ മുഖേന നമുക്ക് ഇന്ത്യക്ക് എന്താണ് സംഭവിച്ചത്, നമുക്ക് ഇന്ത്യയിൽ ഗുണകരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടായോ അല്ലെങ്കിൽ ദോഷകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്കൊരു കാര്യം ഇവിടെ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒന്ന് നമ്മൾ പറഞ്ഞു ഇതിലെ ഒന്ന് അസംസ്കൃത വസ്തുക്കളുടെ രൂപത്തിലേക്ക് ഇന്ത്യനെ മാറ്റുക, അതേമാതിരി തന്നെ ഇന്ത്യനെ ഒരു വിപണിയായി മാറ്റുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവർക്ക് ഉണ്ടായത്. അത് മുഖേന തീർച്ചയായിട്ടും നമുക്കല്ല ഗുണം ലഭിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ ബ്രിട്ടീഷുകാരുടെ താല്പര്യം, ഇൻട്രസ്റ്റ് വളരെയധികം ഇവിടെ ഇൻട്രസ്റ്റ് കൊണ്ട് നമുക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് താല്പര്യമാണ്. അപ്പൊ അവരുടെ താല്പര്യങ്ങൾ നല്ല രീതിയിൽ എന്താണ് പ്രോത്സാഹനം ഇവിടെ വളരെയധികം കൂടി എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ അവർക്ക് മാത്രമാണ് ഇതിലൂടെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ നേട്ടം നമുക്ക് അവിടെ ഉണ്ടായത്. പിന്നെ ഇവർ ഇത് ചെയ്യുന്നേക്കാൾ മുമ്പേ, അതായത് ഇതേമാതിരി നിർമ്മാണ രീതികളും കാര്യങ്ങളും ചെയ്യുന്നതിനേക്കാൾ മുമ്പേ നമ്മുടെ ഇവിടുത്തെ കോട്ടേജ് ഇൻഡസ്ട്രി, അതായത് കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയാൻ നമുക്ക് ഇവിടെ അറിയാം കുടിൽ വ്യവസായം ഏകദേശം നല്ല രീതിയിൽ ഫ്ലോറിഷിംഗ് ആയി നിലനിൽക്കുന്ന ഒരു രീതിയായിരുന്നു അന്ന് നമുക്ക് അവിടെ നിലവിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കുടിൽ വ്യവസായം ഏകദേശം വികസിച്ച് വരുന്ന രീതിയിലാക്കി, വളർച്ച ഏകദേശം മെച്ചപ്പെട്ടിട്ടുള്ള രീതിയിലായിരുന്നു നമുക്ക് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ സ്ഥിതിഗതികൾ എത്തിയിരിക്കുമ്പോഴാണ് നമുക്ക് ഇതേമാതിരിയുള്ള ഈ പറഞ്ഞിട്ടുള്ള നയങ്ങൾ മുഖേന നമ്മുടെ കോട്ടേജ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കുടിൽ വ്യവസായം പാടെ നശിക്കാനുള്ളൊരു കാരണമായത്. അങ്ങനെ വന്നതോട് കൂടിയിട്ട് ഇവിടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ
ജീവിത രീതിക്ക് തന്നെ വളരെയധികം എന്താണ് ഹാനികരമായി മാറി എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ഒരു കാര്യം നമുക്ക് അവിടെ പറയാനുള്ളത്. അങ്ങനെ ഒരു ഉപജീവിത മാർഗം തന്നെ വളരെയധികം നഷ്ടപ്പെട്ടു. അതേമാതിരി തന്നെ ഉപജീവിത മാർഗം നഷ്ടപ്പെട്ടോട് കൂടിയിട്ട് നമ്മുടെ ഇവിടുത്തെ GDPക്ക് യാതൊരു തരത്തിലുള്ള ഒരു പുരോഗതിയും കാര്യങ്ങളും നമുക്ക് അവിടെ നിലവാരത്തിലുണ്ടായില്ല. അപ്പൊ GDP എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം, നമ്മുടെ ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആഭ്യന്തര മേഖലയിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ പണാത്മകമായിട്ടുള്ള മൂല്യത്തെയാണ് നമ്മൾ അവിടെ GDP കൊണ്ട് നമുക്ക് അവിടെ പറയുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമ്മളവിടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്നൊക്കെ നമ്മൾ അവിടെ മലയാളത്തിൽ പറയും. അപ്പൊ നമ്മുടെ രാജ്യത്തിൽ ഒരു വർഷത്തിൽ, ഇന്ത്യയിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ പറഞ്ഞ ആഭ്യന്തര മേഖലയിൽ ഉൽപ്പാദിപ്പിച്ച ഒരു വർഷത്തെ സാധന സേവനങ്ങളുടെ പണാത്മകമായിട്ടുള്ള മൂല്യത്തെയാണ് നമ്മൾ GDP പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നയം കൊണ്ട് നമ്മുടെ GDPയിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായില്ല. അതേമാതിരി തന്നെ നമ്മുടെ ദേശീയ വരുമാനം അല്ലെങ്കിൽ NI നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കൊണ്ട് നമ്മളിവിടെ പറയാം ഒരു വർഷത്തിൽ, അതായത് GDPയുടെ ഒപ്പം തന്നെ നമ്മൾ വിദേശത്തേക്ക് ഒരു വർഷത്തിലേക്ക് നമുക്ക് വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് എത്രത്തോളം പൈസ കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ടോ ആ പൈസ കൂടി നമ്മൾ അവിടെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ദേശീയ വരുമാനം നമുക്ക് അവിടെ കണക്കാക്കുന്നത്. അതായത് നെറ്റ് ഫാക്ടർ ഫ്രം എബ്രോഡ് എന്നൊക്കെ നമുക്ക് അവിടെ പറയാൻ സാധിക്കും. അപ്പൊ അതേമാതിരി തന്നെ നമ്മുടെ GDയിലും അതേമാതിരി തന്നെ GDPയിലും നാഷണൽ ഇൻകത്തിലും അതേമാതിരി തന്നെ പെർ ക്യാപിറ്റ ഇൻകം, അതായത് ആളോഹരി വരുമാനം കൊണ്ട് നമുക്ക് ഇവിടെ അറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഓരോ വ്യക്തികളുടെ വരുമാനത്തെയാണ് നമ്മൾ അവിടെ ആളോഹരി വരുമാനം നമ്മളിവിടെ കാണുന്നത് പെർ ക്യാപിറ്റ ഇൻകം സമം, അതായത് ഈക്വൽ പെർ ക്യാപിറ്റ ഈക്വൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. അതായത് നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ജനസംഖ്യ നമുക്ക് അവിടെ നിലനിൽക്കുന്നുണ്ടോ ആ ജനസംഖ്യ നമ്മൾ അവിടെ ഏതാണ് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ, അതായത് ദേശീയ വരുമാനം ഹരിക്കണം ജനസംഖ്യ നമുക്ക് അവിടെ ചെയ്താൽ നമ്മുടെ രാജ്യത്തെ ഓരോ വ്യക്തികളുടെ വരുമാനം എത്ര എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വരുമാനം എത്ര എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കാം, ഈ ഒരു മെത്തേഡിലൂടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഇവരുടെ മെയിൻ ആയിട്ടുള്ള നയങ്ങൾ മുഖേന നമ്മുടെ രാജ്യത്ത് GDPക്ക് ആളോഹരി വരുമാനത്തിന് അതേമാതിരി തന്നെ ദേശീയ വരുമാനത്തിനും യാതൊരു തരം ഇംപ്രൂവ്മെന്റോ അല്ലെങ്കിൽ മാറ്റങ്ങളോ നമുക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. പിന്നെ നമ്മുടെ രാജ്യത്തെ ദേശീയ വരുമാനം പോലത്തെ കാര്യങ്ങൾ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ബ്രിട്ടീഷുകാർ ആരും മുന്നിലേക്ക് വന്നില്ല. കാരണം ഒരു രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി മറ്റൊരു രാജ്യം ഇവിടെ എടുക്കില്ല, റിസ്കോ കാര്യങ്ങളോ നമുക്ക് അവിടെ എടുക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൽ എത്രത്തോളം ഓരോ വർഷം ദേശീയ വരുമാനം നമുക്ക് അവിടെ നിലവിലുണ്ട് എന്നുള്ളത് കണക്കാക്കാൻ നമ്മുടെ രാജ്യത്തിന് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളായിട്ടുള്ള ദാദാഭായ് നെഹ്റുജി, RC ദേശായി, VK റാവു എന്ന് പോലത്തെ വ്യക്തികൾ മാത്രമേ മുമ്പോട്ട് വന്നുള്ളൂ. അതിലും പ്രഗത്ഭരായിട്ടുള്ള രീതിയിലായിട്ട് ഇത്തരം വ്യക്തികളെ നമ്മൾ ഇവിടെ പറഞ്ഞു. ഈ വ്യക്തികളിൽ നിന്ന് വളരെയധികം കൃത്യ രീതിയിൽ മാത്രം അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവിടെ VK റാവു മാത്രമാണ് നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ വരുമാനം നല്ല രീതിയിൽ കണക്കിലാക്കാൻ നമുക്ക് അവിടെ മുന്നോട്ട് വന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ രാജ്യത്തെ വരുമാന സ്ഥിതി, ധനസ്ഥിതി എന്ന് പറയുന്നത് വളരെയധികം മോശകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് അവിടെ 18 മുതൽ 20-ാം നൂറ്റാണ്ട് വരെ നമുക്ക് ഏകദേശം നിലവിലുണ്ടായിരുന്നു. അതേമാതിരി തന്നെ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി, അതായത് ആ ഒരു കാലഘട്ടത്തിന്റെ പകുതി ആയപ്പോഴേക്കും നമ്മുടെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ 2% താഴെ മാത്രമായിരുന്നു നമ്മുടെ ദേശീയ വരുമാനം നിലനിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ GDPയിൽ നമ്മുടെ ആഭ്യന്തര മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പണാത്മക മൂല്യം തന്നെ വളരെയധികം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ GDP കുറവായിരുന്നു. അതേമാതിരി തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ദേശീയ വരുമാനം നമുക്ക് അവിടെ കുറവായി. അതേമാതിരി തന്നെ പെർ ക്യാപിറ്റ ഇൻകം, അതായത് ആളോഹരി വരുമാനം, ദേശീയ വരുമാനം കുറഞ്ഞു. അതേമാതിരി തന്നെ നമ്മുടെ ഒരു രാജ്യത്തിലെ ഉണ്ടാവുന്ന ഒരു വ്യക്തിയുടെ വരുമാനം ഏകദേശം 0.5% ആയിട്ട് മാറി. അതായത് 0.5% മാത്രമാണ് ഒരു വർഷത്തിൽ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ വരുമാനമായിട്ട് നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയത്തിലത്തെ 2 ലക്ഷ്യങ്ങൾ നമുക്ക് ഇന്ന് പഠിച്ചത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. പോരാതെ ബെൽ ബട്ടൺ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യും. താങ്ക് യു അപ്പോൾ എല്ലാവർക്കും.